സ്റ്റൈലിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാനിന്ന് ഒത്തിരി വിഷമത്തോടെയാണ് നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ ഒരു കാര്യം ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഞാൻ നിങ്ങളെ കൂടെ ഷെയർ ചെയ്തിട്ട് വരുന്ന തക്കാളി ചെടിയാണ് എൻ്റെ. കണ്ടോ, എല്ലാത്തിലും തന്നെ നല്ല രീതിക്ക് കായ്കൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളെ മുന്നിലോട്ട് വിഷമത്തോടെ ഷെയർ ചെയ്യാണ്. അതായത് നിങ്ങളെ കൂടെ ഷെയർ ചെയ്ത തക്കാളി ചെടിയാണ് എൻ്റെ ഇത്. കണ്ടോ, ഇന്നലെ വരെ ഈ തക്കാളിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല ആക്ടിവിറ്റി ആയിരുന്നു. കണ്ടോ എത്ര കായ്കളാണ് പിടിച്ചിരിക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മളെ തക്കാളി ചെടിയിൽ സംഭവിക്കുന്ന അസുഖം, അതായത് ദ്രുതവാട്ടം എന്ന് പറയുന്ന അസുഖം. കണ്ടോ എത്ര കായ്കളാണ് പിടിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ഞാനിങ്ങനെ വന്ന് നോക്കുമ്പോൾ എൻ്റെ ഈ തക്കാളി ചെടി മൊത്തത്തിൽ ഈ സ്റ്റേജിലെത്തിക്കഴിഞ്ഞു. ഒത്തിരി പ്രയാസത്തോടെയാണ് നിങ്ങളുടെ മുന്നിലോട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്കൊരു പരിഹാരം നട്ടു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ തക്കാളി ചെടിയിലോട്ട് ചെയ്യണം. അതെന്തെന്നാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലോട്ട് ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ തക്കാളി തൈ നട്ട് പിടിപ്പിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സീഡോമോണസ് വെള്ളത്തിൽ കലക്കി ഈ തക്കാളിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ നമ്മൾ കണ്ട ദ്രുതവാട്ടം വരാതിരിക്കാനായിട്ട് നമുക്ക് തക്കാളി തൈ ഇതുപോലെ നട്ടുപിടിപ്പിക്കുന്ന സമയം തന്നെ 20 ഗ്രാം അളവിന് സ്യൂഡോമോണസ് എടുത്ത് വെള്ളവുമായി അലിയിപ്പിച്ച് ഇതുപോലെ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ദ്രുതവാട്ടം നമ്മളെ തക്കാളിക്കും സംഭവിക്കും, പച്ചമുളകിനും ഇതേ അസുഖം കാണപ്പെടും. കണ്ടോ, നമ്മളിതാണ് പറയുന്നത്, നമ്മളെ കൃഷിയിൽ ഒന്നും പ്രതീക്ഷിക്കരുതായിരുന്നു അല്ലേ. അപ്പോൾ കണ്ടോ, ഒത്തിരി കായ്കൾ പിടിച്ച പ്ലാന്റിനാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇതിലുണ്ടായ പൂക്കളെല്ലാം കായ്കളായി പിടിച്ച് തുടങ്ങിയ സമയത്താണ് ഈ പ്ലാന്റ് മൊത്തത്തിൽ നശിച്ചത്. കണ്ടോ, അതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ കൃഷിയിൽ ഒന്നും പ്രതീക്ഷിക്കരുത്, നമുക്ക് കിട്ടിയാൽ എടുക്കണം, ഇല്ലെങ്കിൽ ഇല്ല. കണ്ടോ, ഇതുപോലെയൊക്കെ നമ്മളെ കൃഷിയിൽ സംഭവിക്കും. അപ്പോൾ എല്ലാവരും തക്കാളി തൈ നട്ട് കൊടുക്കുന്ന ടൈമിൽ തന്നെ കുറച്ച് നഴ്സറിയിൽ നിന്ന് സീഡോമോണസ് കൂടെ വാങ്ങി വയ്ക്കുക. നമ്മൾ തക്കാളി തൈ നട്ടുപിടിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. ഇതുപോലത്തെ ദ്രുതവാട്ടം നമുക്ക് തക്കാളി കൃഷിയിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും തന്നെ തക്കാളി തൈ നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ സീഡോമോണസ് അലിയിപ്പിച്ച് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇതുപോലത്തെ അസുഖങ്ങളൊക്കെ ഈ തക്കാളി കൃഷിയിൽ കണ്ടെന്നിരിക്കും. കണ്ടോ, ഇതുപോലത്തെ അസുഖം നമ്മളെ പച്ചമുളകിനും സംഭവിക്കും. അതാണ് ദ്രുതവാട്ടം എന്ന് പറയുന്ന അസുഖം. കണ്ടോ, പെട്ടെന്ന് നല്ല ആക്ടിവിറ്റി ആയിട്ട് ഇരിക്കുന്ന പ്ലാന്റ് ആയിരിക്കും, പെട്ടെന്നായിരിക്കും ഇതിൻ്റെ വാട്ടരോഗം കാണുന്നത്. കണ്ടോ.